കുറളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം സെക്രട്ടറിയുടെ തൻഭരണവും ഭരണകക്ഷിയിലെ ശീതസമ്മർദ്ദം മൂലം ഇന്ന് ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പഞ്ചായത്ത് യഥാർത്ഥത്തിലെ ഭരണസ്തംഭനത്തിൽ ആണ് എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ മിനിറ്റ്സിൽ എഴുതി ചേർക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. പഞ്ചായത്തിലെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം അട്ടിമറിക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരനെ പിരിച്ചുവിടുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച പോലും നടക്കാതെ പിരിച്ചുവിടുന്ന സാഹചര്യം മിനിറ്റ്സിൽ എഴുതി ചേർത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരിയെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പഞ്ചായത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുന്നതിന് നിരന്തരമായി UDFന്റെ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യം ഉന്നയിക്കുകയും തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോഴും ആ തീരുമാനങ്ങളൊന്നും പഞ്ചായത്തിന്റെ മിനിറ്റ്സിൽ എഴുതി ചേർക്കാതെ ഇതുവരെ നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി 7,58,230 രൂപയുടെ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി തുക ലാപ്സാക്കുകയാണ്. ഇത് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ തന്നെ 6,73,300 രൂപയുടെ പദ്ധതി സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസും പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും വേണ്ടി പഞ്ചായത്തിന് ഏപ്രിൽ മാസത്തിൽ അംഗീകാരം ലഭിച്ചതാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് വരെ തുറന്ന എല്ലാ കമ്മിറ്റികളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ആ തീരുമാനമായിട്ട് മിനിറ്റ്സിൽ എഴുതുന്നതിനോ കൊട്ടേഷൻ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോ മെയിൻ്റനൻസ് നൽകുന്നതിനോ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറാകാത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മാതൃകാ പ്രോജക്റ്റ് ആയിരുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മെയിൻ്റനൻസിന് വേണ്ടി കഴിഞ്ഞ വർഷം 2,50,000 രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പൈസ പോലും വിനിയോഗിച്ചില്ല, മെയിൻ്റനൻസ് നടത്തുകയും ചെയ്തിട്ടില്ല. ഈ വർഷവും നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി 3,15,000 രൂപ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതി തുക വിനിയോഗിക്കുന്നതിനോ മാലിന്യ സംസ്കരണ പ്രവർത്തനക്ഷമമാക്കുന്നതിനോ തയ്യാറാകുന്നില്ല. മനഃപൂർവ്വം ഈ പദ്ധതികൾ എല്ലാം അട്ടിമറിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലെ കുറളങ്ങാട് പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയത്തില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണകക്ഷി അംഗങ്ങളുടെയും നിസ്സംഗത മാറ്റിവെച്ച് ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കണമെന്നാണ് UDFന് പറയുവാനുള്ളത്. അല്ലാത്ത പക്ഷം കടുത്ത പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുന്നതിന് UDFന്റെ പഞ്ചായത്ത് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ കാരണത്താൽ തന്നെ പഞ്ചായത്തിലെ തീരുമാനങ്ങൾ വ്യക്തമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്തതിന്റെ പേരിൽ, സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാത്തതിന്റെ പേരിൽ, മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിക്കുന്നതിന് UDFന്റെ അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനുള്ള തത്വ നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കാത്ത പക്ഷം പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് നീങ്ങുന്നതിന് പഞ്ചായത്ത് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു.